ഏയ്, എന്താ പേര്? ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും വിളിച്ചു. അയ്യോ, അതല്ല, നിങ്ങളുടെ ശരിക്കുള്ള പേര്, വീട്, ചുറ്റുപാടുകൾ, എങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഴിതെറ്റി ഈ വൃത്തികെട്ട തൊഴിലിൽ വന്ന് പെട്ടു, ആ സാഹചര്യങ്ങൾ. വൃത്തികെട്ട തൊഴിൽ ചെയ്യുന്നതേ നിന്റെ വീട്ടിലുള്ളവരാ. പരമ നാറി. നീ ആരടാ? മൈത്താട്ടോ കിണങ്ങിണക്കി കിണങ്ങിച്ച് പോയ പോലെ നിന്ന് ന്യായം വിസ്തരിക്കണം. എന്താടാ ഇവിടെ? സർ, ഞാൻ നിന്നെ ഇവിടെ കണ്ടുപോലെ ഒന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്റെ പാട്ടിന് പോവായിരുന്നു സാറേ. ഇയാൾ എന്നെ പിടിച്ചെടുത്ത് വേണ്ടതിന് പറയാ. പട്ടാ പകലും നടു റോഡില് പോടാ. ഒരു പകല് മുഴുവൻ നടന്നിട്ട് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. റബിഷ്. എല്ലാം ഞാൻ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് സർ. എടോ, ഈ നേരിട്ട് കാണുന്നത് അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നത് അല്ല വാർത്ത. ജനത്തിന് ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നേക്കാവുന്നത് അവർ കാണാത്ത കണ്ണുകൊണ്ട് കണ്ടെഴുതണം. അത് വായിച്ച് നമ്മുടെ കണ്ണിൽ കൂടി നാളെ അവരത് കാണണം. അതാണ് റിപ്പോർട്ടിംഗ്. ആ, തുടക്കമല്ലേ, ഒരു ദിവസം അങ്ങനെ പോയി. നാളെ വീണ്ടും ഒന്നും തുടങ്ങാം. ആ, എന്താ തന്റെ ബ്രാൻഡ്? സർ, എനിക്ക് എടോ, കുടിക്കാൻ എന്താ വേണ്ടതെന്ന്? ഞാൻ ബ്രാൻഡിയാ, തനിക്കത് മതിയോ? വേണ്ട സർ, ഞാൻ കുടിക്കില്ല. ഇതേവരെ കുടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നല്ല ദിവസമാ, തുടങ്ങാം. വേണ്ട സർ, എനിക്ക് വേണ്ട. ഷുവർ? വർഗീസേ, പതിവ് പോലെ ഒരരസികന്റെ മോന്തയുമായിട്ട് മുന്നിൽ നിന്ന് മുഷിപ്പിക്കണ്ട. സ്ഥലം വിട്. ഐ വിൽ ഫ്ലർട്ട് വിത്ത് മൈ സോളിറ്റ്യൂഡ്. നാളെ ഗുഡ് നൈറ്റ്.